നെടുമങ്ങാടിനിടയിലുള്ള നെട്ടത്തേരി കൊട്ടാരത്തിലാണ്. ഇതിലെ നാളെ അടിക്കുന്നുള്ളല്ലോ. ഒരു കുറ്റിക്കടി. അമ്മ എന്തിനാ കൂടി എന്നെ അടിച്ചത്? നീ എന്താ പറഞ്ഞു കുറ്റിക്കടിക്കാൻ? അയ്യോ രാജൻ, എന്താ ഗുരു കാണിക്കുന്നത്? എട്ടും കുറ്റിയും അല്ല, ഖജനാവിന്റെ കുറ്റി ഇട്ടോന്ന് ചോദിക്കുകയായിരുന്നു. ആ ഗുരു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജാതകം നോക്കിയിട്ടെന്തായി? ഞാനിവിടെ മൊത്തം അരിച്ചു പെറുക്കിയിട്ട് കണ്ടില്ല. രാജൻ കണ്ടായിരുന്നു? അതല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജാതകത്തിലെ വിശദാംശങ്ങൾ നോക്കിയോ എന്ന്. അതല്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുരു, ജാതകത്തിന്റെ ബാക്കി പറയും. പ്രഭു, ഒരു ദുർനിമിത്തം കാണുന്നുണ്ട്. അയ്യോ ഗുരു, എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങയുടെ രണ്ടു മക്കളിൽ ഒരാൾ കുശാഗ്ര ബുദ്ധിശാലിയാണ്. രണ്ടാമൻ ബുദ്ധി കുറഞ്ഞവനും ഈ ബുദ്ധി കുറഞ്ഞ കുമാരൻ ഇനിയും ഈ കൊട്ടാരത്തിൽ നിന്നാൽ ഈ കൊട്ടാരത്തിൽ പല അനർത്ഥങ്ങളും സംഭവിക്കും. അയ്യോ, ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഒരു പിടുത്തവും കിട്ടുന്നില്ല. അന്നിപ്പോ എന്താണ് കുടിച്ചത്? പച്ചവെള്ളം. പച്ചവെള്ളം കുടിച്ചാൽ എങ്ങനെ പിടുത്തം കിട്ടാനാ? പിടുത്തം കിട്ടണമെങ്കിൽ പച്ചവെള്ളം കുടിക്കണം. സോമരസം. ഓ, എന്താണോ ഈ പറയുന്നത്? ഏതോ ഇതിനെന്തെങ്കിലും പോംവഴി കണ്ടുപിടിക്കുക. ഓ, എന്ന് അതിന് ഞാനൊരു പോംവഴി പറയാൻ പ്രഭു. ബുദ്ധി കുറഞ്ഞ കുമാരനെ ആരും അറിയാതെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ കൊണ്ട് നമുക്ക് ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കാം? ഞാൻ നമ്മുടെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനാ ഗുരു? ഉപേക്ഷിക്കണം രാജൻ, ഉപേക്ഷിക്കണം. എങ്കിൽ ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അവന്റെ കയ്യിൽ രാജമുദ്ര പതിപ്പിക്കണം. എന്നിട്ട് വേണം അവനെ അതിർത്തിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ. അങ്ങനെ ഇവരെ ആരെയും മൈൻഡ് ചെയ്യാതെ വർഷം 19 കടന്നുപോയി. ഗുരുവിന്റെ മണ്ടത്തരമാണോ ഭടന്മാരുടെ പിടിപ്പുകേടാണോ എന്നറിയില്ല. അവർ ബുദ്ധി കൂടിയ കുഞ്ഞിനെയാണ് അയൽ രാജ്യത്ത് ഉപേക്ഷിച്ചത്. ബുദ്ധി കുറഞ്ഞ കുഞ്ഞ് കൊട്ടാരത്തിൽ. ശേഷം കാഴ്ച. ഇനി ഞാനുണ്ടാ. ഇതിൽ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ശബ്ദം കേൾക്കും. കുമാരൻ, അയൽ രാജ്യത്തിൽ നിന്നും ഒരു ഓല വന്നിട്ടുണ്ട്. പച്ചയോ അതോ ഉണങ്ങി വീണതാണോ? അതല്ലെന്ന്. സന്ദേശം. കുമാര, അമ്മാ അച്ഛൻ. അമ്മാച്ചനല്ല, നമ്മുടെ അച്ഛൻ വന്ന് കയറണമെന്ന്. കുമാര, നീ ഇന്ന് കുതിര സവാരിക്ക് പോയില്ലേ? ഇല്ല, ഇനി മുതൽ കുതിര സവാരിക്ക് തോന്നില്ല. അതെന്താണ്? പ്രജകളൊക്കെ പറയുന്നത് കുതിരയുടെ പുറത്തൊരു കഴുതയിരുന്ന് പോകണം. കൊട്ടാരത്തിൽ നിന്നും നെല്ല് പൊട്ടിച്ചവന് കിട്ടിയിട്ടുണ്ട്. അവന് എത്ര അടി കൊടുക്കണം? ഒരു 2000 കൊടുത്തേക്കൂ. പ്രഭോ, അത് തീരെ കുറഞ്ഞു പോയി. അത് ശരിയാ, എന്നാ ഞാൻ പറയാം. അച്ഛാ, അവനൊരു 900 അടിയെങ്കിലും കൊടുക്കാം. എങ്ങനെ ഉണ്ടച്ചാ എന്റെ ബുദ്ധി? ഫസ്റ്റ് രാജഗുരു, അങ്ങ് ഇത്ര സമയം എവിടെ പോയിരുന്നു? പ്രഭു, ഞാൻ അങ്ങാടിയിൽ പോയി വരുന്ന വഴിക്ക് ശക്തൻ സൈന്യം നമ്മെ വളഞ്ഞു. അവരെന്നെ തലയ്ക്ക് വില പറഞ്ഞു. എന്നിട്ട് എന്തായി ഗുരു? ഞാൻ 4 എണ്ണ പറഞ്ഞു. എന്ത് രാജഗുരുവായ അങ്ങയുടെ തലയ്ക്ക് കേവലം 4 എണ്ണയോ? യോ, എന്റെ തലക്കല്ല, പിന്നെ ഞാൻ വാങ്ങിച്ച ഈ ചൂരത്തലയ്ക്ക്. ഗുരു, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കൊട്ടാരത്തിൽ മീൻ കൊണ്ട് വരരുതേ വരരുതേ എന്ന്. കൊട്ടാരത്തിൽ മീൻ കൊണ്ടുവന്നാൽ എന്തായാലും കുഴപ്പം? അയ്യോ, വേറൊന്നും കൊണ്ടല്ല. ഇനി ഞാൻ തന്നെ ഇത് വെട്ടണം, കഴുകണം, അവർക്ക് കറി വെച്ച് കൊടുക്കണം. മീൻ കൊണ്ട് കൊണ്ടുപോയി അതിനും വഴക്കായിരിക്കും. ഒരു മീൻ വരുത്തി വിട്ടേക്കണം ജനങ്ങളെ. രാജഗുരു, നമ്മുടെ സൈന്യാധിപനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഓ, അങ്ങയുടെ കാര്യം ഒന്നും പറയണ്ട പ്രഭു. എനിക്ക് പറയണ്ട. അയ്യോ, അതല്ല, പുള്ളിക്കാരി ഇന്നലെ പാതിരാത്രി മൂത്രം ഒഴിക്കാൻ പുറത്തിറക്കിയപ്പോ ഒവ്വാനിലെ കണ്ടു പേടിച്ച് പനി പിടിച്ച് കിടപ്പാ. പ്രഭു, കുമാരനെ കാണാൻ കൊണ്ടുവന്ന ജിറാഫിനെയും ഒട്ടകത്തെയും എന്തു ചെയ്യണം? അതിവിടെ നിന്നും 12 പെർളവും അകലെയുള്ള വെള്ളയമ്പല കാറ്റിൽ കൊണ്ടുപോയി കെട്ടിയിടണം. അത് അവിടെ കിടന്ന് വളരട്ടെ. ഇതാണ് അത്രയും പിൽക്കാലത്ത് തിരുവനന്തപുരം മ്യൂസിയമായി അറിയപ്പെട്ടത്. അതേ നമ്മുടെ ആചാര്യൻ വരുന്നു. കണ്ടോ, അപ്പോൾ ആചാര്യൻ ഇപ്പോഴേ അഭ്യാസം തുടങ്ങി. ഇത് അഭ്യാസമൊന്നും അല്ലടാ. കൊട്ടാര അടുക്കളിൽ നിന്ന് ആരും കാണാൻ ഒരു ദിവസം കാറ്റിലെടുത്ത് വായിക്കാത്തിട്ട് പൊള്ളി എന്റെ അടപ്പളതി. കുമാര, നമുക്ക് അഭ്യാസം തുടങ്ങാം. ശരി ആചാര്യ. ആദ്യം നമുക്ക് അരിതട പഠിക്കാം. ഞാൻ 1 പറയുമ്പോൾ നീ എന്റെ ഇവിടെ അടിക്കണം. ഞാൻ 2 പറയുമ്പോൾ നീ എന്റെ ഇവിടെ അടിക്കണം. ഞാൻ 3 പറയുമ്പോൾ നീ എന്റെ ഇവിടെ അടിക്കണം. കേട്ടല്ലോ? നമുക്ക് തുടങ്ങാം. ആദ്യം പരിശീലനം. ശരി. 1 മിടുക്കൻ, 2 മിടുമിടുക്കൻ, 3 മിടുക്കൻ. ഇനി ഞാൻ കമ്പെടുക്കൂ. അറിയാലോ, തുടങ്ങിക്കോളൂ. 1 2 ഓഹോയ് 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 ഓഹോയ്
ഇനി മൂന്നും കണ്ണ് ഒന്ന് വെള്ളം ചോദിച്ചിട്ട് 7 ദിവസം കിടക്കും വീണ്ടും. പ്രഭു, അയൽ രാജ്യത്ത് നിന്ന് ഒരു സന്ദേശം വന്നിട്ടുണ്ട്. എന്താ വായിച്ചു? മാന്യ ശ്രീ കോമളകുമാരന് അയൽ രാജ്യത്തെ വേടാളകുമാരനുമായി വരുന്ന വെള്ളിയാഴ്ച ഒരു അംഗത്തിന് തയ്യാറുണ്ടോ എന്നാണ് സന്ദേശം. വെള്ളിയാഴ്ചയോ? അയ്യോ, അന്ന് പറ്റത്തില്ല. അതെന്താ? അന്ന് നമ്മുടെ സുശീലദാസിന്റെ അപ്പച്ചിയുടെ മോടെ കല്യാണമാണ്. അയ്യോ. പാപ്പനക്കോട്ട് വെച്ച് കാലത്തെ പോവും, വൈകിട്ട് അടുക്കളയെ കണ്ടേ തിരിച്ചു വരും. പിന്നെ ശനി ഞായർ വഴങ്ങി നോക്കാം. കുമാര, അന്ന് ആയുധ പൂജയല്ലേ? ഇടാ, അതുകൊണ്ടല്ലേ അന്ന് ഞാൻ യുദ്ധം വെച്ചത്. അന്ന് ഇവന്മാർ ആയുധങ്ങളൊക്കെ പൂജ വെച്ചിട്ട് നീ പോരും. ഒന്നുമല്ലെങ്കിൽ കല്ലെടുത്ത് ഏറിച്ച് കേട്ട് വിട്ടുകൊടുക്കാൻ നമുക്ക്. കുമാരൻ ഒടുക്കത്തെ ബുദ്ധി. ഇത് വേതാള രാജകുമാരന്റെ കൊട്ടാരം, സ്ഥലം പാറശാല. കിടുക്കാട്ടം ആരോടാ അപ്പേക്കുള്ള കീഴം വെച്ച് കൊണ്ടുവരും. ഇതിലോളം നൃത്തം കളിച്ചാൽ എന്തിന് ഇത്ര വലിയ പണക്കിരി? അയ്യോ, ആര് പറഞ്ഞോണ്ടാ പണക്കിരിയെന്ന്? ഇത് ഞവരക്കിരിയാണ്. ആര് ഊപ്പാട് വന്നല്ലേ കൊണ്ട് അനക്കി. പടാ പടാ വാടൽ വന്നിട്ടോടെ പെയ് മന്ത്രിയുടെ മൈനീര് അപ്പിക്ക് ഇളക്കം ഉള്ളുള്ള തൈലം കൊണ്ടുവരാൻ പെയ്യിരിക്കുന്നത്. കൊള്ളാല്ലേ? ഇത് എവിടെ നീ പടം? അല്ല, ഇത് നമ്മളെ ക്രിമിനൽ കൊട്ടാരത്തിലെ മച്ചമ്പ് വരച്ചത്. കാലില് കട്ടക്കാരൻ മുള്ളുണ്ട സൗന്ദര്യ. അത് റാണിയുടെ പാട്ടാരാണ്. നെരുപ്പ് റാണിയുടെ പാട്ടൊക്കെ ഈ ശബ്ദോ തകരപ്പാട്ട് എന്നാടേ? ചുമ്മാ ഇല്ല, റാണി പാട്ട് പാടുന്നു. ആരായൻ താന്റെ അനിയെത്തി. തള്ളേ, നിന്റെ അനിയത്തിയാ? വിളിക്കി. അപ്പൊ ഇങ്ങേർക്ക് ഇതെന്താ ദേവക്കേട്? എന്റെ അനിയത്തിയല്ല ഇവിടുത്തെ പടം, അനിയെത്തി എന്നാ പറഞ്ഞത്. ചെല്ലാനി ആരാപ്പ ഇത്? ഓ, ഇവ തന്നെ ആനക്കെത്തിരുന്ന ശർക്കര എടുത്ത് ചൂപ്പി എവൻ എന്തൊരു ചെയ്തിട്ട്? അയ്യോ, എന്നിട്ട് മാത്രം ഞങ്ങളൊന്നും ചെയ്യില്ലേ? അയ്യോ, ഈ പയലിനെ കവളി വിടൽ കൊണ്ട് അടിച്ചിട്ട് ഒരു ഏക്കണില്ലെന്നേ. തന്നെടാ. ഓ, എന്റെ പോ ആ കൊപ്രാളത്തെ കെട്ടി തൂക്കിട്ടേക്കാൻ തൂവൽ കടിക്കും. തൂവൽ പോയിട്ട് കാണിച്ചേ. തൂവല് കടിക്കി പഴയ മോട്ടിച്ചോ? അഴിക്ക അയ്യ തന്നെ ഒരു സീരിയസ് മോട്ടിച്ചോ? ഇനി സർക്കാരാണ് കാണിച്ചത്. ആരോടെ രാജൻ ഈ പയലിന 7 മാസം കൊണ്ടിട്ട് തൂവലിട്ട് കറക്കി. നിങ്ങളിങ്ങനെ കളിച്ചോണ്ടിരിക്കും. ശനിയാഴ്ച യുദ്ധമുണ്ടെന്ന് ഐറ്റങ്ങളെന്ന് പറഞ്ഞ് ഈ ഉത്തരവാദിത്തങ്ങളും മറ്റുള്ള ഈ മന്ത്രി ഇതോടെ പോയി കിടക്കണമെന്നോ? ആരായൻ ആ പാടൽ മന്ത്രി ഞാൻ വരണേട്ടാ. മന്ത്രി കളവ നിങ്ങൾ എവിടെ പോയിരുന്നെ? എവിടെ പോയി? ഉച്ചപ്പോലെ മല്ലിയും കുളവും വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയത്. നിങ്ങൾ ഇങ്ങനെ വാങ്ങി അടിച്ച് നടക്കാതെ ശനിയാഴ്ച യുദ്ധമുണ്ട്, എല്ലാവരും വിളിച്ച് അറിയിക്കും. എടാ സോമ, എടാ സുഖു, എടാ രമണ, എടാ ശനിയാഴ്ച യുദ്ധം ഉണ്ടെന്ന് യുദ്ധം. അയ്യോ, ഇത് ആക്കുള്ളത് അയ്യം തന്നെ കേട്ടാ. അങ്ങോട്ടെന്ന് പറയുന്നേ. എന്താ കളവി തല പിടിച്ചോണ്ട് അന്ത പിടിച്ചോണ്ട് വന്നേക്കണത്? നിങ്ങൾക്ക് എന്താ ഉളുക്ക്? അയ്യോ ചെല്ല, പിള്ള വാടിപ്പോയി. പിള്ളേരെ പാല് കുടിച്ചിട്ട് നില്ലപ്പി. ഇങ്ങോട്ട് അടിക്കും. അപ്പയ്ക്ക് വേണ കുത്തുപ്പരം കിട്ടിയിരുന്നെങ്കിൽ. അയ്യോ, പാലെ പൂച്ചു വളരെ മറ്റേ തുരുപ്പെടുത്ത് അതൊന്ന് ഇവിടെ മണ്ണിട്ട് പിടിക്കും. നിങ്ങൾ വന്നാലും പറയും. തക്കല മണിയൻ രാജാവിന്റെ കുതിര വിൽക്കാൻ പോണെന്ന് ഇതാ പണം തന്നു വിട്ടിട്ടുണ്ട്. പോലീസയ്ക്ക് വാങ്ങിക്കും. ഇതെന്തിനാ കിടക്കുന്നത്? അല്ലേ, ഈ കുതിരയാണ് കഴിഞ്ഞ യുദ്ധത്തിൽ നമ്മളെ തന്നപ്പടി ചവിട്ടി കൊന്നത്. ആഴിക്ക പുല്ല് നിൽക്കണം നിൽക്കണ്ട. നിങ്ങൾ എന്നാലും പറയും. അപ്പി ഇടിച്ചൊക്കെ പ്രാമൂടെ കൊട്ടാരത്തിന്ന് മൈനി ഓല കൊടുത്തു വിട്ടേക്കണ്. നാത്തൂന്റെ മോളെ പേറ്റൻ വിളിച്ചോണ്ട് പോണെന്ന്. പോണ്ടേ? എങ്ങോട്ടാളും മറ്റും കൊണ്ട് കൊടുക്കണ്ടേ? ചെന്ന് കയറി കൊടുക്കും. അപ്പോ പങ്കം തന്നെ. നിങ്ങളെ മാപ്പിള മരിച്ചിരുന്ന പൊരുങ്ങി കണ്ണീര് വിടാത്ത അഴുക്ക കൂട്ടങ്ങളാണ്. ഐറ്റങ്ങൾ അഴുക്ക കൂട്ടം. അയ്യോ റാണി വരണേ കൊത്തോ? അപ്പഴത്തെ റാണിയല്ല, നമ്മളെ റാണി വന്നു. രാജൻ, ഒരു സന്തോഷ വാർത്തയുണ്ട്. കൊട്ടാരത്തിൽ പുതിയൊരു അതിഥി വരാൻ പോകുന്നു. അപ്പോ നീ നിന്റെ കള്ള മാപ്പിളെ കൂടെ എന്നെ ഒതുക്കോടി. അയ്യോ അതല്ല, അങ്ങൊരു അച്ഛനാകാൻ പോകുന്നു.
നെട്ടത്തേരി കൊട്ടാരത്തിന് ഓല വന്നെന്ന് അവന്മാർ യുദ്ധത്തിന് തയ്യാറെടുക്കണമെന്ന് ഇത്തവണ അവന്മാർ പൊട്ടിച്ച് അവിടുത്തെ സ്വർണം മൊത്തം നമുക്ക് കൊണ്ടുവരണം. ചെല്ലക്കിളി പറഞ്ഞു തന്നെ ബോധിച്ചു. അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്വർണ്ണ ഉരുപ്പടിയും ഉരുളിയും ചരപ്പൊളി മാലകളും എല്ലാം കായിട്ട് വാഴണം നമുക്ക്. അതാണ് എന്റെ ജീവിത ലക്ഷ്യം. തയ്യാറെടുത്തോളി, യുദ്ധം തുടങ്ങാം. പല രാജ്യം കുറച്ച് മുട്ടടിച്ചിരിക്കാതെ വാറപ്പയിലെ യുദ്ധത്തിന്. എടാ പടന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും പരാതിയല്ലേ? നിങ്ങളെ ഒരു കാര്യത്തിന് ഞാൻ മുമ്പേ നിർത്തല്ലെന്ന്. ഇന്ന് നിങ്ങൾ എല്ലാവരും മുമ്പേ നിന്നോളണം. ഞാൻ പിറകെ നിൽക്കും. കുടിക്കുമ്പോ കുഞ്ഞാമ്മയെ പിടിച്ച പൈലെ കാര്യമുണ്ടെങ്കിൽ അമ്മയുടെ മുലപ്പാൽ വിളിച്ചോണെങ്കിൽ മുന്നോട്ട് വേണം. ചെല്ല്, അവൻ വെല്ലുവിളിക്കുന്ന കേട്ടില്ലേ? ഇല്ല, ഞാൻ പോവില്ല. അതെന്ത്? ഞാൻ കുപ്പിപ്പാലാണ് കുടിച്ചു വളർന്നത്. വെട്ടി പിരിക്കും. ഉത്തരവരായൻ അയ്യോ ഞാൻ വാഹനത്തിൽ ഓള മാത്രമേ എടുത്തുള്ളൂ. ഞാൻ വിട്ടില് പൈലെ മാറിപ്പോടാം. അവിടെ കുഴഞ്ഞൂതി നമുക്കും വല്ല ഊതണ്ടേ? ചെന്ന് ഊതിക്കൂടെ വെട്ടി കേട്ടില്ലോ. ഉയരി പിടിക്കാൻ പറഞ്ഞ പാട് നമുക്കറിയാം. അതിന് വേണ്ടി ഊതാൻ നടക്കണമേ. പോണാവണം. രാജ ആനപ്പട ഇറക്കട്ടെ. വേണ്ട, അതെന്താ? ആന പോണോട് പോണേ പോകും. ഓ എങ്കിലാ നമുക്ക് കാലാൽപ്പട ഇറക്കാം. അതാണ് നല്ലത്. അതെന്താ? കുറെ പടന്മാരുടെ ശല്യം ഒഴിഞ്ഞു കിട്ടും. നോക്കിക്കൊണ്ടിരിക്കാൻ വെട്ടി പിരിക്കില്ല. ഇറങ്ങി വെട്ടില്ലടാ. പേരേ ഉള്ളു. പ്രാരാബ്ധക്കാരനാണ്. പതുക്കെ വെട്ടി കേട്ടേണോ? ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നില്ല. ഏറ്റവും പിറകെ ചെന്ന് കഴിഞ്ഞാൽ അവസാനം ചാവാം. എന്താണോ വെട്ടാത്തത്? അവൻ തോറ്റെന്നാണ് എന്റെ ചെടി പറഞ്ഞത്. അപ്പൊ നമുക്ക് പൊക്കൂടെ? ആരെവിടെ? യുദ്ധം കൊഴുക്കട്ടെ. എനിക്ക് വേണം. എന്തോന്ന്? കൊഴുക്കട്ട. പോയി യുദ്ധം ചെയ്യണം. നിർത്തൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? കുമാരൻ ഒന്നോർക്കണം, പണ്ട് എനിക്ക് പറ്റിയ കയ്യബദ്ധം കാരണമാണ് കുമാരൻ അയൽ രാജ്യത്ത് വളരേണ്ടി വന്നത്. ഇപ്പോ ഈ രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിക്കാൻ നിങ്ങൾ സ്വന്തം സഹോദരനോട് യുദ്ധം ചെയ്യുന്നു. പക്ഷെ ഒന്നോർത്തു, നിങ്ങൾ എത്ര യുദ്ധം ചെയ്താലും ഇവിടുത്തെ അമൂല്യങ്ങളായ സ്വർണവും രത്നവും ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഏതായാലും ഈ യുദ്ധഭൂമിയിൽ വെച്ചെങ്കിലും കുമാരന്മാരെ ഒന്നിച്ചു കാണാൻ പറ്റിയല്ലോ. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം.